അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ ഒന്ന് ഉപദേശിക്ക് എന്ന് പറഞ്ഞു വന്ന മനുഷ്യനോട് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു മൂന്നാമതായിട്ട് പറയുന്നത് ഉദ്കുറുല്ലാഹ കസീറ, നീ അള്ളാഹുവിനെ ധാരാളമായിട്ട് ഓർക്ക്. എന്തിനു വേണ്ടിയാണ്? ഹത്താ തകൂന മുഹ്സനൻ മിൻ ജമീഇ സയ്യിആത്ത്, ഒരുപാട് ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ നിനക്ക് കഴിയും. ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സംരക്ഷണമാണ്, സുരക്ഷിതത്വമാണ് അള്ളാഹുവിനെ ഓർക്കൽ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് നാം ആ കാര്യവുമായിട്ട് മുഴുകുന്നത് എങ്കിൽ ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മെ സഹായിക്കുമെന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ബഹുമാനികളെ, അള്ളാഹുവിനെ ഓർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചിട്ടുണ്ട് എങ്കിൽ നാവ് കൊണ്ടല്ലല്ലോ ഓർക്കലുണ്ടാവുന്നത്, മനസ്സുകൊണ്ടാണ് ഓർക്കുന്നത്, ഹൃദയം കൊണ്ടാണ് ഓർക്കുന്നത്. അപ്പം മനസ്സിൽ അള്ളാഹു എന്ന ചിന്ത വന്നിട്ടുണ്ട്, അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് ആ മനുഷ്യനിക്ക് തിന്മ ചെയ്യാൻ കഴിയുക? അതാണ് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല പറഞ്ഞത്, ഹത്താ തകൂന മുഹ്സനൻ മിൻ ജമീഇ സയ്യിആത്ത്, എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ അത് നിന്നെ സഹായിക്കുമെന്ന് മഹാനവറുകൾ ആ മനുഷ്യർക്ക് കൊടുത്ത ഉപദേശം. നാലാമതായിട്ട് പറഞ്ഞത്, ഇന്നലെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇപ്പം മൂന്നാമത്തെ കാര്യം പറഞ്ഞത്. നാലാമതായിട്ട് മഹാനവറുകൾ ആ മനുഷ്യർക്ക് കൊടുത്ത ഉപദേശം, നീ അള്ളാഹുവിൽ ഉറപ്പിക്കണം, നീ അള്ളാഹുവിനെ അംഗീകരിക്കണം. ബിമാ വഅദക മിനർ റിസ്ഖ്, അള്ളാഹു തആല നിനക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, നിനക്ക് ആവശ്യമുള്ളത് അള്ളാഹു തആല തരുമെന്ന് നിനക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അതിൽ നിനക്ക് ഉറപ്പുണ്ടാകണം. നിനക്ക് ആഗ്രഹമുള്ളത് എന്നല്ല, നിനക്ക് ആവശ്യമെന്ത് എന്ന് അള്ളാഹുവിന് അറിയുന്നവനാണ്. അപ്പം നമ്മുടെ ആവശ്യം എന്താണ് എന്ന് അള്ളാഹു അറിഞ്ഞിട്ട് അള്ളാഹു തആല അത് നമുക്ക് തരും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൽ അള്ളാഹുവിൽ നീ ഉറപ്പിക്കണം എന്നും മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മഹാനവറുകൾ അഞ്ചാമതായിട്ട് പറഞ്ഞത് ഇസ്തഇദ്ദ ലിൽ മൗത്ത്, മരണത്തിന് വേണ്ടി നീ തയ്യാറായിരിക്കണം. ഹത്താ ലാ തമൂത ഗാഫില, അശ്രദ്ധനായിട്ട് നീ മരിക്കാതിരിക്കാൻ അത് നിന്നെ സഹായിക്കും. മരണത്തിന് വേണ്ടി നീ തയ്യാറായിരിക്കണം. ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിലോ ഒടുക്കത്തിലോ എപ്പോഴെങ്കിലും ഞാൻ മരിക്കുമല്ലോ എന്ന ചിന്തയും മരണത്തിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്ത് തീർക്കേണ്ടത് എന്ന ചിന്തയും നമുക്കുണ്ടാകണം. ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട്, തൗബ ചെയ്തുകൊണ്ട്, നമ്മിൽ നിന്നും വിട്ടുപോയ നന്മകൾ വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ട്, ഇങ്ങനെ മരണത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നിനക്കുണ്ടാകണമെന്നും ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു മനുഷ്യരോട് പറയും. ഹത്താ ലാ തമൂത ഗാഫില, അശ്രദ്ധമായ നിലയിൽ നീ മരണപ്പെട്ടു പോകാതിരിക്കാൻ അത് നിന്നെ സഹായിക്കുമെന്നുള്ളതാണ്. 5 കാര്യങ്ങളാണ് മഹാനവറുകൾ ആ മനുഷ്യർക്ക് കൊടുത്ത ഉപദേശം. ഒന്ന്, എന്ത് നിനക്ക് സംഭവിച്ചാലും അത് അള്ളാഹുവിൻ്റെ ഖളാ കൊണ്ടാണ് എന്ന് നീ വിശ്വസിക്കണം. മറ്റുള്ളവരുടെ ഒരാക്ഷേപവും പിന്നെ നിന്നെ പ്രയാസപ്പെടുത്തുകയില്ല. ഒന്ന്. രണ്ടാമത്തത്, നിൻ്റെ നാവിനെ നീ സൂക്ഷിക്കണം, മറ്റുള്ളവർക്ക് അത് രക്ഷയാണ്, അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് നിനക്കും രക്ഷയാണ്. 2. മൂന്നാമത്തത്, നീ അള്ളാഹുവിനെ ധാരാളമായിട്ട് ഓർക്കണം, അത് തിന്മയിൽ നിന്നും നിനക്ക് വിട്ടു നിൽക്കാൻ നിന്നെ സഹായിക്കുന്നതാണ്. 3. നാലാമത്തത്, അള്ളാഹു നിനക്ക് വാഗ്ദാനം ചെയ്ത റിസ്ഖിൽ നിനക്ക് ഉറപ്പുണ്ടാകണം, അള്ളാഹുവിലുള്ള വിശ്വാസം നിനക്ക് കൃത്യമായിരിക്കണം. 4. അഞ്ചാമത്തത് ഇസ്തഇദ്ദ ലിൽ മൗത്ത്, മരണത്തിന് വേണ്ടി നീ തയ്യാറായിരിക്കണം. ഹത്താ ലാ തമൂത ഗാഫില, അശ്രദ്ധമായ നിലയിൽ നീ മരണപ്പെട്ടു പോകാതിരിക്കാൻ അത് നിന്നെ സഹായിക്കുമെന്നുള്ളതാണ്. വിലപ്പെട്ട വളരെ മനോഹരമായ ഒരു ഉപദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഇങ്ങനെയുള്ള വിജ്ഞാനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന വിജ്ഞാനങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് കൂടി നമ്മൾ എത്തിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതാണ്. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാണല്ലോ ഈ നടത്തുന്നത്. അള്ളാഹുവിൻ്റെ ഇൽമുകൾ, പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്ന ഇൽമുകൾ, അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നു. അത് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാനും ശ്രമിക്കുക. എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു തആല മരണത്തിന് വേണ്ടി തയ്യാറായിരുന്ന് നല്ല രീതിയിൽ മരിക്കുന്ന, മരണത്തെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകൾ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.